അല്ല ഹാജിയാരെ, ഓരന്റെ പണിയല്ല ഇപ്പൊ എന്തായിക്കണ്? കുറെ ആയാലോ പണി തുടങ്ങിയിട്ട്. ഓരന്റെ പണി സതീശ ഉള്ളിലത്തെ പണിയൊക്കെ തീർന്നു, മൊത്തം തീർന്നിട്ട്. അല്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞമ്മക്ക് ഇനി പുറത്തെ പണിയെടുക്കണം. മുറ്റത്തിന്റെ മുറ്റൊന്ന് നല്ലോണം ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് മോന് വരാനാചാര്. ഓനിപ്പം മാസം 30-നെത്തും. അതല്ല ഇപ്പൊ തിരക്ക്. വരുമ്പോഴേക്ക് ഇത് തീർന്നിട്ടനെ. സതീശ, എന്റെ കെയർ ഓഫിൽ ഇപ്പൊ ആരാളുള്ളത്? നല്ല പണിക്കാരായിരിക്കണം. വൃത്തിയിട്ട് പകുതിയായി ഇട്ടിച്ചോണല്ലോ. ആരുണ്ടോ നോക്കി. അതുപോലെ അടിക്കാൻ ചിലപ്പോ ഞാൻ എന്റെ അടുത്തേക്ക് പോയി. ഓല് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് പുറത്തെ പണികൾ വേറെ ആർക്കൊണ്ടോ എടുപ്പിക്കണം. ഓല് തലശ്ശേരിക്കാരാ, ഓൽക്ക് ഭയങ്കര തിരക്കാ. ആചാരേ, നിങ്ങൾ പറഞ്ഞ കണ്ടീഷനിൽ ഇപ്പൊ വൃത്തിക്കും അതിന്റെ വെടിപ്പിനൊക്കെ എടുക്കണമെങ്കിൽ ഒരാളുണ്ട്. ആചാരേ, വേറൊരു പ്രശ്നമുള്ള ഇപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ എന്താ അറിയോ, കൂലി ലേസാദ്യം വേണ്ടി വരും, പണി വൃത്തിയായിരിക്കും. അല്ല ദിശ, അതാരാണ് ഒരു വലിയ കൂലിക്കാര്? കൂലിയൊക്കെ നമുക്ക് എത്രയും കൊടുക്കാം. ഞാൻ ഒരു കൂലി കൊടുക്കാത്തവനാന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ഒരാളല്ലേ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത്? ഞാൻ തന്നെ. ഇനിയോ? ഓ അല്ല, സിമന്റും മെറ്റലും എങ്ങനെ കൂട്ടണ്ടിയെന്ന് ഓർമ്മല്ലാത്ത ഇനിയോ? കുത്തിപ്പൊളിക്കാനല്ല സതീശ എന്നെ ഏൽപ്പിച്ചതാന്, ഇത് ഇടാനാ. എനിക്ക് പണിയൊക്കെ എടുത്ത് എന്തോ പരിചയം. അല്ല, മൂപ്പരത്ത് നല്ല പൂത്ത പൈസ ഉണ്ട്. ഇത് കോൺക്രീറ്റ് ഇടാന്ന് പറഞ്ഞാൽ അതിനകത്ത് പഠിക്കാനൊന്നുമില്ല. ഇത് MBBS പഠിക്കും പോലെ പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ കോൺക്രീറ്റ് കുഴച്ചും കൊടുക്കൊണ്ട് തരിക, ഞാനൊരു പലകന്റെ കത്തിട്ട് അതിനെ പോലെ കൊടുക്കാതാ. ഇത്ര പണിയുള്ളൂ, നമ്മൾ പൈസ ചില്ലറ കയ്യിലാക്കാം. ഞാൻ പിന്നെ കോൺക്രീറ്റ് കൂട്ടി കൊണ്ടുതരിക, നിങ്ങൾ പലകെട്ട് കോൺക്രീറ്റ് ആയി താങ്കൾ പറയും. എന്നാ സതീശ, എനിക്കിപ്പോ ഇത് അറിയാന്ന് ഇഞ്ഞി പറഞ്ഞല്ലോ. എന്നാ ഇഞ്ഞി എടുത്ത് ഏതെങ്കിലും ഒരു പണി ഇനി ഒന്ന് കാട്ടിക്കൂല, ഞാൻ അതൊന്ന് കാണട്ടെ. 100 പണിയാ.